ഗൈസ്, നമ്മളിപ്പോൾ എവിടെ പോകണു? മാനസ് സെന്റർ. നമ്മൾ മാനസ് സെന്ററിൽ പോവാണ്. ഈ മാനസ് സെന്റർ എന്താണെന്ന് അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത്. ഒരുപാട് കുട്ടികളുടെ മനസ്സുള്ള മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് മാനസ്. എന്റെ 1 മന്ത് ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ടുള്ള 2 ദിവസമാണ് ഞാൻ മാനസ് സെന്ററിൽ സ്പെൻഡ് ചെയ്യാൻ പോണത്. സത്യം പറയാലോ, അവിടെ സ്പെൻഡ് ചെയ്ത് ഈ 2 ദിവസവും മനസ്സിന് ഭയങ്കരമായിട്ട് വിഷമവും സന്തോഷവും എല്ലാം കൂടി ഒരുമിച്ച് വന്നൊരു മൊമെന്റ്. ഈ വിഷമം തോന്നിയത് ഇവരെ കണ്ടിട്ടുള്ള സാധാരണ കൊണ്ടല്ല കേട്ടോ. നമ്മൾ മനുഷ്യന്മാർക്കൊക്കെ ഭയങ്കര അഹങ്കാരം തോന്നുന്ന ചില മൊമെന്റ്സ് ഉണ്ട്. അങ്ങനത്തെ മൊമെന്റ്സിൽ ഇങ്ങനത്തെ ഓരോ സ്ഥലത്ത് ഒന്ന് ജീവിച്ചു നോക്കണം. ഇവിടെയുള്ള ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന രീതികൾ കണ്ടോണ്ടിരിക്കും ഭയങ്കര രസം. ഈ കാണുന്ന പേപ്പർ ബാഗുകളെല്ലാം അവർ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിനെ പറ്റി ഉണ്ടാവുന്ന ഒരു ഇമേജ് ഡിഫറെന്റ് ആയിരിക്കും. എനിക്കും അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷെ സത്യം പറയാലോ, ഇവിടെ വന്നതിന് ശേഷം ആ ഒരു ഇമേജേ മാറി. ഇവിടെ ഇവരാരും കൂട്ടിലിട്ട ജയിലിലിട്ട പേഷ്യൻസ് ഒന്നുമല്ല, ഇവരുടെ വീടാണത്. ഞങ്ങളീ പോയ 2 ദിവസം അടിച്ചു പൊളിച്ചിട്ടുണ്ട്. പാട്ട് പാടിയും ഡാൻസ് കളിച്ചും എക്സസൈസ് ചെയ്തും ഓരോരോ ഗെയിംസ് ചെയ്തിട്ടും. ഇവരങ്ങനെ വെറുതെ ഇരിക്കണവരൊന്നല്ല കേട്ടോ. ഇവരവിടെ കുട നിർമ്മാണം, പേപ്പർ ബാഗ് നിർമ്മാണം, അങ്ങനെ ഒരുപാട് ഓക്യുപ്പേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഏത് ഗെയിംസ് കളിച്ചാലും ഇവരെല്ലാരും അതിൽ പുലികളാ. അതേപോലെ പാട്ട് പാടാനായാലും ഹാർമോണിയം വായിക്കാനായാലും എല്ലാത്തിനും എല്ലാരും ഉഷാർ. അപ്പോൾ മാനസത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്വന്തം കോഴിക്കോട് പുറക്കാറ്റ് തലക്കുളത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. എന്നൊക്കെ പറഞ്ഞ പോലെ